ഹേ ഗായ്സ്, ഞാൻ വീട്ടിൽ മഴയും കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ചുന്ദരി വിളിച്ചിട്ട് ചോദിക്കുകയാണ് പുറത്തോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എങ്ങോട്ട് പോകുന്നതെന്ന് രണ്ട് പേർക്കും ഒരു ഉറപ്പില്ല. എങ്ങോട്ട് പോകുന്നതെന്ന്. പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഹോർലിക്സും രണ്ട് സാമ്പാർ വടയും വാങ്ങി കഴിച്ചു. അവൻ്റെ കൂടെ ഞാനാണ് കഴിച്ചത്, അവൻ ഫുള്ളും കഴിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ചൊരു കൺഫർമേഷനിലെത്തി നേരെ നമ്മൾ വെട്ടുകാട് ചർച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഈ പ്ലെയിനിൻ്റെ തലയ്ക്ക് മുകളിൽ കൂടിയാണ് പോയത്. ശംഖുമുഖത്തൊക്കെ നല്ല കടലേറി കിടക്കണുണ്ടായിരുന്നു, എന്നാലും തിരക്കുണ്ടായിരുന്നു. അവസാനം നമ്മൾ ചർച്ചിലെത്തിയിട്ട് ഞാൻ അവനോട് എൻ്റെ ഹെൽമെറ്റ് നൂരി തരാൻ പറഞ്ഞു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദുഷ്ടനാണ് ഗൈസ്. എന്നിട്ട് രണ്ട് മെഴുകുതിരിയും വാങ്ങി നേരെ ചർച്ചിലോട്ട് നടന്നു. എന്നിട്ട് കർത്താവിനെ കാണാൻ പോയി. കർത്താവിനെ കണ്ട് കുറേ സങ്കടങ്ങൾ പറയാണ്ടിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് നേരെ കൊച്ചച്ഛനെ കാണാൻ പോയി. കൊച്ചച്ഛൻ ഇല്ലായിരുന്നു. സോ നമ്മൾ കുറച്ച് നൂലും എടുത്ത്, മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി. കടലോട്ടൊന്നും ആരെ ഇറക്കിയില്ല മഴയായതുകൊണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് എന്നെ പിച്ചി നുള്ളിയിരിക്കേണ്ടത്. ഞാനും തിരിച്ച് ഉപദ്രവിച്ചു എൻ്റെ ചുന്ദരിയെ. എന്നിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും കഴിച്ചു. അത് ഫിനിഷ് ചെയ്ത് നേരെ ഒരു ബേക്കറി കയറി ഒരു കേക്കും മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. കാരണം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അതുകൊണ്ട് ബേക്ക് ഇരിക്കുന്നതിന് ഇവിടുത്തെ ഓൾഡ് വിമൻ എൻ്റെ അമ്മയുടെ അമ്മ. എന്നിട്ട് അമ്മ കേക്ക് കട്ട് ചെയ്ത് എനിക്കും സുഹൃത്തിനും അച്ഛനും വലിയച്ഛനും അമ്മമ്മയ്ക്ക് കൊടുത്തു. ഓക്കെ ഗൈസ്, ബൈ.